നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂ വന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ടിൻ്റെ ഇഷ്യൂ വന്നാലും നമുക്കത് സപ്പോർട്ട് ചെയ്യാനും അസിസ്റ്റ് ചെയ്ത് തരാനും നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ ആവശ്യം വന്നാലും നമുക്ക് കഴിക്കാനുള്ള 3 നേരത്തെ ഫുഡായാലും ബാക്കി അക്കോമഡേഷനും എല്ലാം നമ്മുടെ പാരൻസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു കംഫർട്ട് സോണിൽ തന്നെ നമ്മൾ നിൽക്കാൻ നമ്മുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിലേക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ നാളെ തന്നെ വീട് വിട്ട് പോകണം, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണമെന്നല്ല. നിങ്ങൾ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒരു 2 വർഷം മുമ്പും ഞാനും ഇതേപോലത്തെ ഒരു കംഫർട്ട് സോണിലാണ്, നല്ല സേഫ് ആയിട്ടുള്ളൊരു കംഫർട്ട് സോണിലാണ്. എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ രാവിലെ എണീക്കുന്നതിനെ ഒരു 2 മണിയാകുമ്പോഴാണ്. 2 മണിക്ക് എണീറ്റിട്ട് അപ്പം തന്നെ ഫോൺ നോക്കി 1 മണിക്കൂർ ഇരിക്കും. എന്നിട്ട് വിശക്കണ സമയത്ത് അടി വന്നിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് നേരെ പിന്നെയും ഫോൺ നോക്കി മേളിലേക്ക് പോകും. എന്നിട്ട് പിന്നെ ഗെയിം കളിക്കും. പിന്നെ ഗെയിം കളിച്ച് കുറേ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് വിശന്നാൽ മാത്രം അടി വന്ന് ഫുഡ് കഴിക്കും. അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഫാമിലി വന്നിട്ടുണ്ടാവും. അത് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിച്ചിട്ട് നേരെ മേളിലേക്ക് പോയി പിന്നെയും ഗെയിം കളിക്കും. അങ്ങനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്ത് പിന്നെ വിശക്കണമെങ്കിൽ വല്ല ജങ്ക് ഫുഡ് പഠിക്കും. അങ്ങനെ ഒരു ലേസി ലൈഫായിരുന്നു ഞാൻ ഒരു 2 വർഷം മുമ്പ് വരെ ഫോളോ ചെയ്തുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്കൊരു കംഫർട്ട്സ് എന്ന് പറയാം. ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ജീവിക്കും. നമുക്ക് ഒരു കാര്യം പുറത്തത് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലി നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞ് നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കണമായിരിക്കും. ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു റിസ്ക്കും ഇല്ലാണ്ട് നമ്മൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എവിടെ വേണമെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകില്ല. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ സ്റ്റേ ചെയ്യാണ്ട് തോന്നുന്നത്? അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നോ റിസ്ക്. നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ റിസ്ക് ഇല്ല. നമുക്കിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ രാവിലെ ഒരു 2 മണി 3 മണിക്കൊക്കെ 3 മണിക്ക് വരെ എണീറ്റിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു ടൈമിൽ എണീറ്റ് എനിക്ക് ഫോൺ നോക്കാം, ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാര്യങ്ങളെന്ന് വെച്ചാൽ ഗെയിം കളി, അങ്ങനെ ഫുള്ള് ഗെയിം കളി, ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ അഡിക്റ്റ് ആയിരുന്നു ആ ടൈമിൽ. സോ അങ്ങനെ കളിച്ച് എന്തെങ്കിലും വിശക്കണമെങ്കിൽ മാത്രം അടി വന്ന് ഫുഡ് കഴിക്കും. അതിൻ്റെ ഇടയിൽ അങ്ങനെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നോ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ലൈഫായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫെയിലിയർ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്താലേ നമുക്ക് ഫെയിലിയർ വരുള്ളൂ. ചാലഞ്ചസ് ഏറ്റെടുക്കാൻ ഞാൻ റെഡിയല്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഗെയിം കളി, ഫുഡ് കഴിക്കാം, പിന്നെ വിശക്കുമ്പോൾ പിന്നെയും ഫുഡ് കഴിക്കും, അതുപോലത്തെ ഗെയിം കളിക്കും. അങ്ങനത്തെ ഒരു ലേസി ലൈഫ് സ്റ്റൈലിൽ എനിക്കവിടെ ഫെയിലിയർ എന്ന് പറയാനില്ല. ഞാൻ അതിൻ്റെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ നമുക്ക് വരില്ല. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആണ്. കാരണം എനിക്കൊന്നും നോക്കാനില്ല. ഇതിപ്പോൾ ജസ്റ്റ് കളിക്കുക, അതിൻ്റെ സ്ട്രെസ് ഇല്ല. കൂട്ടുകാരന്മാരായിട്ട് ജസ്റ്റ് ചില്ലിങ് മാത്രമേ ഉള്ളൂ. ഓൺലൈനിലൂടെയാണല്ലോ ഗെയിം കളിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇല്ല. സോ നമുക്ക് ആ ഒരു സോണിൽ നമുക്ക് 100% കംഫർട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് പിന്നെയും പറയുന്നത് ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനായിട്ട്. അവിടെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫാണ്. അതുപോലെ തന്നെ റിസ്ക് ഇല്ല, അതുപോലെ തന്നെ ഫെയിലിയറും ഇല്ല. സോ നമ്മൾ സേഫായിട്ട് ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഫോഴ്സ് ചെയ്യും. സോ ഇതുവരെ കഴിഞ്ഞ എല്ലാം പോട്ടെ. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്സ് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. സോ ദി ഫസ്റ്റ് പോയിന്റ്, ഡു വാട്ട് യു ഫിയർ. നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കണ പോലെയല്ല നമ്മളൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് സംസാരിക്കണം. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡീനെ ഡിസ്കംഫർട്ട് ആക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ആക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി വെക്കാണ്ട് അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം മാക്സിമം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡീനെ ഡിസ്കംഫർട്ട് ആക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പതിയെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദി സെക്കൻഡ് വൺ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾസ്. നമ്മുടെ ഹാബിറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹാബിറ്റും ഫോം ചെയ്യുന്നത്. നിങ്ങളുടെ സറൗണ്ടിങ്സ് ഫുൾ ഒരു ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾസിനെ വെച്ച് ഫില്ലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലെവലിലേക്ക് മാറും. സോ നിങ്ങൾക്കിപ്പോൾ ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾസിൻ്റെ ഒരു സറൗണ്ടിങ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറേ അധികം നമ്മുടെ സെയിം ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒപ്പം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, അവരുടെ ഒപ്പം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കാനായിട്ട് വരും. സോ അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക ബ്രോഡ്കാസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ ഉപകാരപ്പെടും. സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾസ്. സോ ദി ഫൈനൽ പോയിന്റ്, ടേക്ക് ആക്ഷൻ ബിഫോർ യു ഫീൽ റെഡി. നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ടൈം ഒരിക്കലും നോക്കി നിൽക്കരുത്. സത്യം പറഞ്ഞാൽ ഇതൊരു റിയൽ സ്കാമാണ്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇപ്പോൾ എനിക്ക് ഫുൾ സെറ്റപ്പ്, എനിക്കൊരു നല്ല മൈക്ക്, അതുപോലെ തന്നെ നല്ല ലൈറ്റിംഗ് സെറ്റപ്പ്, നല്ലൊരു ക്യാമറ, ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ തുടങ്ങായിരുന്നു. എനിക്ക് ഒരിക്കലും ചിലപ്പോൾ അത് പോസിബിൾ ആണെന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ലൈറ്റിംഗ് വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈം നിങ്ങൾ നോക്കിയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് നൗ.
സോ ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലേസി സോണിൽ തന്നെ നിൽക്കാണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ നോക്ക്. നിങ്ങളുടെ ലൈഫ് വിത്തിൻ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് വന്നു തുടങ്ങും. സോ ഒരിക്കലും ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ സ്റ്റേ ചെയ്യാണ്ട് നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും രീതിയിൽ ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. സോ ലെറ്റ്സ് ഗ്രോ ടുഗദർ.